ജമിഅത്തുൽ ഉലമ നമ്മുടെ ഉലമ ആണ്. എവിടെയെങ്കിലും ഒരു നന്മ ബാക്കിയുണ്ടോ എടുത്തോളി എന്ന് പറയുന്നത്. അതാണ് ബറാഅത്തിന്റെ രാവ വരാൻ പോകുന്നത്. നമ്മുടെ ഉലമ പറഞ്ഞെന്ന രാത്രി നിങ്ങൾ 3 യാസീൻ ഓദിക്കോ, ഭക്ഷണത്തിൽ വിശാലത കിട്ടാൻ, ദീർഘായുസ് കിട്ടാൻ, ഈമാൻ സലാമത്തായി മരിക്കാൻ സൂറത്തുൽ ദുഖാൻ ഓദിക്കോ. പറ്റുമെങ്കിൽ അതിന്റെ പകൽ നീ നോമ്പ് നോറ്റോ. ഉലമാഇന്റെ അഭിപ്രായം ഹദീസുകൾക്കനുസരിച്ചാണ്. അവരുടെ സ്വീകരിച്ച ഹദീസ് നമുക്കറിയില്ല, പക്ഷെ അതിന് തെളിവുണ്ട്. ഒരു കൂട്ടർ പറയില്ല എന്ന് ഓക്കെ, നിങ്ങളില്ല വേണ്ടാന്ന് വെച്ചോ, കുഴപ്പമില്ല. പക്ഷേ ഉണ്ട് എന്ന ഉലമാഇനും പരിഗണന കൊടുക്കണ്ടേ? അവർക്ക് ഞങ്ങൾ പരിഗണിക്കുന്നു, ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് നോമ്പ് നോറ്റോളിന് കൂലി കിട്ടുന്നു. ചീട്ടുകച്ചോളി എന്നാണോ ഈ പറഞ്ഞത്? നോമ്പ് നോറ്റോളി, അള്ളാഹ്ക്ക് വേണ്ടി നോമ്പ് നോറ്റോളൂ, കൂലി കിട്ടുന്നു. തന്നെയുമല്ല, ലൈലത്തുൽ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാനിന്റെ പകുതിയുള്ള രാവാണ്. ഓരോ മാസത്തെയും 13, 14, 15, അറബ് മാസത്തെ 13, 14, 15 അയ്യാമുൽ ബീവാൻ. സുന്നത്ത് നോമ്പ് നോൽക്കൽ സുന്നത്തുള്ള രാവുകളാണ്, പകലുകളാണ്. സുന്നത്ത് നോമ്പ് നോൽക്കേണ്ട ദിവസങ്ങളാണ്. ഷഅബാൻ 15 അതിൽപ്പെട്ട ഒരു ദിവസമായിട്ടാണ് വരുന്നത്. അതിന് മഹത്വമുണ്ട് ഇല്ലേ? അതുകൊണ്ട് ഇബാദത്ത് എടുത്തോളി, ഒന്നും കുറയണ്ട. ഇതാ സമസ്ത ചെയ്തിട്ടുള്ളൂ. ഒരു അമലും കുറഞ്ഞു പോകണ്ട. ഇസ്രാ മിഅ്റാജ് വന്നു, ഒന്നും ചെയ്യണ്ട, അതിനൊരു കുഴപ്പമില്ല, ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുമില്ല എന്ന് നീ പറഞ്ഞോ, നിന്റെ അഭിപ്രായം. പക്ഷെ അതിന് പ്രത്യേകതയുണ്ടെന്നും നന്മകൾ വർദ്ധിക്കണമെന്നും ഉലമാ പറഞ്ഞു. അതാരെങ്കിലും സ്വീകരിക്കാഞ്ഞാൽ ആ ഇൽമ നഷ്ടപ്പെട്ടുല്ലേ? ഞങ്ങളത് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് നോമ്പ് നോറ്റോളി. ഇതാ സമൂഹത്തോട് സമസ്യ ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെ എന്ത് ദുൽമ ചെയ്തത്? اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.